എല്ലാവർക്കും നമസ്കാരം. ജയ് ഗുരുദേവ്. കണ്ണുകളടച്ച് നട്ടെല്ല് നിവർത്തി വെച്ചിരിക്കാം. 3 പ്രാവശ്യം ഓംകാരം ചൊല്ലാനായിട്ട് തയ്യാറാവാം. സാധാരണ ശ്വാസകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ഓംകാരം ചൊല്ലാനായി ദീർഘശ്വാസം എടുക്കാം. ഓ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ജയ് ഗുരുദേവ്. എല്ലാവർക്കും സുഖമാണോ? ഹാപ്പിയാണോ? യെസ്. സെഷന് കയറുമ്പോൾ ആദ്യം തന്നെ മ്യൂട്ട് ചെയ്യാം സൗണ്ട് ഓപ്ഷൻ. ഓക്കെ. അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത് എല്ലാവർക്കും അറിയാം. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ രഹസ്യമായി വെക്കാനല്ലേ ഇഷ്ടം. അല്ലേ? അല്ലേ? ഇത് എല്ലാവർക്കും അറിയാം. ഏ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇവിടെ കണിഞ്ഞൊരുങ്ങി നമ്മൾ നന്നായിരുന്നാലും നമുക്ക് പല മുഖങ്ങളുണ്ട്. അതൊക്കെ പുറത്ത് വരും ചിലപ്പോൾ. എന്ന് വെച്ചാൽ ചിലപ്പോൾ അതായത് നല്ല വെച്ചാൽ വീട്ടിലൊക്കെ സംസാരിക്കുന്നത് വേറെ ആൾക്കാരോടൊക്കെ വേറെ പോലെ ആയിരിക്കും. ഞാനൊക്കെ അങ്ങനെയാണ്. ജ്ഞാനത്തിൻ്റെ സമയത്ത് വേറെ പോലെയും നമ്മുടെ സ്വരമൊക്കെ മാറില്ല ഇതുപോലെ. അതുപോലെ എല്ലാം നമുക്ക് അറിയപ്പെടും. അതുകൊണ്ട് സെഷൻ കയറുമ്പോൾ ആദ്യം ആ മൈക്ക് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പിന്നെ വീട്ടുവിശേഷം നാട്ടുവിശേഷം ആവില്ല, കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. അപ്പം ഇതിലൊരു കഥയാണ്. നമുക്ക് ഇന്നത്തെ വരികളുടെ മുമ്പായിട്ടൊരു കഥ. ശ്രീബുദ്ധൻ തപസ് ചെയ്ത് അല്ല എത്രയോ വർഷങ്ങൾ തപസ് ചെയ്ത് അദ്ദേഹം അവസാനം ഈ എന്താ പറയുക ആത്മജ്ഞാനം കിട്ടാൻ എല്ലാ വഴികളും നോക്കി. തപം, അതേപോലെ വ്രതം, കാര്യങ്ങളെല്ലാം ചെയ്തു. ആത്മീയമായ കാര്യങ്ങൾ അവസാനം കിട്ടുന്നില്ല ഈ സാധനം. എന്താണ് ഈ സാധനം? കിട്ടണില്ല. കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്തെന്നറിയോ? എന്താ ചെയ്യാ? നമ്മൾ എന്താ ചെയ്യാ? ഒരു സംഭവം കുറെ ശ്രമിച്ച് കിട്ടാതായ എന്ത് ചെയ്യും? എല്ലാം എടുത്തെറിഞ്ഞിട്ട് ഈ പണിക്ക് ഇനി ഞാനില്ല, എനിക്കൊരു തേങ്ങയും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലെ അല്ലേ? മടുത്തു, ഈ പരിപാടി നിർത്തി, എനിക്ക് ഇനി ഒരു ചക്കയും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകും. ഇതുപോലെ ഇയാൾ എന്ത് ചെയ്തു? ഇദ്ദേഹവും എന്ത് ചെയ്തു? എനിക്ക് ആത്മജ്ഞാനം വേണ്ട, ഞാൻ നിർത്തി പരിപാടി, എനിക്കൊന്നും വേണ്ട, ഞാൻ സമാധാനം ഇരിക്കാൻ പോവാണെന്ന് തീരുമാനിച്ച നിമിഷത്തിൽ അദ്ദേഹം എൻലൈറ്റൻഡ് ആയെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായിരുന്നു ഈ ആത്മജ്ഞാനത്തിന് തടസ്സം? യെസ്, ആത്മജ്ഞാനം വേണമെന്ന ആഗ്രഹം. ഏ മോഹം അല്ലേ? മോഹം, ആഗ്രഹം. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് മോഹം നമുക്ക് ബന്ധനം ഉണ്ടാക്കും എന്ന് പറഞ്ഞതുപോലെ അത് നമുക്ക് മുക്തി പ്രദാനം ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ മോഹം ഇല്ലെങ്കിൽ പരിപാടി ചെയ്യാനും പറ്റില്ല. മുമുക്ഷത്വം വേണം, നമുക്ക് വേണം, നല്ല ഉള്ളിലൊരു ആഗ്രഹം വേണം. ഇവിടുന്ന് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് എന്ത് വേണം? ആഗ്രഹം വേണം. പക്ഷെ കിട്ടുന്ന സമയത്ത് ഇതൊരു ബുദ്ധിമുട്ടും ആവും. എങ്ങനെയാണ്?
ഇതൊരു ബുദ്ധിമുട്ടും ആവും. അപ്പൊ ഇതൊരു വാഹനം പോലെയാണെന്നാ പറയണം. ആത്മജ്ഞാനം ആവശ്യമാണ് എന്നുള്ള വാഹനം പോലെയാണ്. ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഈ വാഹനത്തിൽ കയറി തന്നെ പോകണം. സ്ഥലം എത്തിക്കഴിഞ്ഞാൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങണം, എന്നാലേ വീട്ടിൽ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ മോഹം എന്ന് വെച്ചാൽ എന്തിനെ കുറിച്ചുള്ള മോഹവും നമുക്ക് ബന്ധനം ഉണ്ടാക്കണു എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ലോകത്ത് വേറെ ഏതോ കാര്യങ്ങളുണ്ട്, എന്തോ എനിക്ക് ലഭിക്കാനുണ്ട് എന്ന തോന്നൽ കൊണ്ട് നമ്മളുടെ മനസ്സും ഇന്ദ്രിയങ്ങളെല്ലാം പുറത്ത് അന്വേഷണം, എല്ലാവിടെയും അന്വേഷണം, അതെന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം എന്ന ഒരു കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ഇദ്ദേഹം പറഞ്ഞു, അപ്പോൾ ശരി, ആത്മജ്ഞാനം കിട്ടിയപ്പോൾ കുറച്ച് ആൾക്കാർ വന്നു. എന്നിട്ട് എന്താണെന്നറിയോ ചോദിച്ച് കിട്ടിയ ആളോട് എന്തായാലും ചോദിക്കുക, നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് വന്നാൽ എന്താ ചോദിക്കുക, എന്തൊക്കെ കൊണ്ടുവന്നു, എന്തൊക്കെ കിട്ടി എന്ന് ചോദിച്ചതുപോലെ നിങ്ങൾക്ക് മോക്ഷം കിട്ടിയപ്പോൾ എന്തൊക്കെ കിട്ടി, എന്തൊക്കെ കിട്ടി, നല്ല ജിജ്ഞാസയോടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ എണീറ്റ് പോയി. ഈ ചോദിക്കാൻ വന്ന ആൾക്കാരെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ചോദിക്കാൻ വന്ന പാതി ആൾക്കാർ എണീറ്റ് പോയി, പിന്നെ പാതി ആൾക്കാരുണ്ടായിരുന്നു. ഇത് പറച്ചിൽ ഇങ്ങനെയായിരുന്നു: ഒന്നും കിട്ടിയില്ല, ഉള്ളത് പോകുകയും ചെയ്തു എന്ന്. അപ്പം മിക്കവാറുമുള്ള ഭൂരിപക്ഷവും എഴുന്നേറ്റ് പോയി. എന്തൊരു കഷ്ടമാണ്, ഇതിനാണോ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട്? എന്നിട്ട് ചോദിച്ചു എന്താ പോയത് എന്ന് കുറച്ച് ആൾക്കാർ. അറിയണല്ലോ പോയത് എന്താണെന്നുള്ളത്. പറഞ്ഞ അദ്ദേഹം ജീവിതത്തിൽ ദുഃഖം, ദുരിതം, വേദന എല്ലാം പോയി, മരണ ഭയം പോയി, എൻ്റെ അജ്ഞാനങ്ങളൊക്കെ പോയി, എന്നീ കാര്യങ്ങളൊക്കെ പോയി, അങ്ങനെ ഞാൻ മുക്തനായി എന്നുള്ളത്. അപ്പം നമുക്ക് എന്തെങ്കിലും കിട്ടും എന്നൊരു പ്രതീക്ഷ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരിക്കലും രണ്ടും നടക്കില്ല. ഞാൻ ഈ ആത്മീയമായിട്ട് ഉയർന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ഉഷാറാക്കി, അതൊക്കെ സിദ്ധിയുടെ തലത്തിൽ വരുന്നതാണ്. അതിന് ആത്മജ്ഞാനോ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരോ ആവശ്യമില്ല. അതിൻ്റെ ഇടയിൽ തന്നെ ഇത് സംഭവിക്കും എന്നാ പറയണം. എന്താണ്? ഈ പാതയിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാലാഖമാർ വന്നിട്ട് പല കാര്യങ്ങളും തരും. ഇതിന്ന് മാറ്റാൻ സിദ്ധിയാണ്. നമ്മൾ വിചാരിച്ച ആഗ്രഹങ്ങളൊക്കെ നടക്കുക, അപ്രതീക്ഷിതമായിട്ട് ആരെങ്കിലും ടൂറിന് ക്ഷണിക്കുക, പരിപാടി നിർത്തിപ്പോവാനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് വന്നു ചേരും. അല്ലെങ്കിൽ 9 മണിയാകുമ്പോൾ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ് കൊണ്ടുവരിക, നല്ല കാര്യങ്ങൾ, അതായത് ഇങ്ങനെ ജ്ഞാനം പോലെ ബോറടിക്കുന്ന കാര്യങ്ങളില്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, മനസ്സിന് സുഖം തരുന്ന കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ വരിക. സാധന ചെയ്യാൻ രാവിലെ ആകുമ്പോൾ ഉറക്കക്ഷീണം തോന്നുക, കുറച്ച് നേരം കൂടെ ഉറങ്ങാമെന്ന്. സാധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും റിലേറ്റീവ്സ് വരിക, ഇഷ്ടമുള്ള കാര്യം, ഇങ്ങനെ അതൊക്കെ സംഭവിക്കും. ഇതുപോലെ നല്ല നല്ല കാര്യം, ചിലപ്പോൾ ലോട്ടറിയൊക്കെ അടിക്കും, നല്ല ജോലിയൊക്കെ കിട്ടും. ജോലിയില്ലാത്ത ആൾ കൃത്യമായി സാധന ചെയ്ത് നന്നായി ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് നല്ല ജോലി കിട്ടി, അതോടെ സാധനം നിർത്തി. ഇതുപോലെ ഇതൊക്കെ സ്വാഭാവികമായിട്ട് അതിന് വലിയ ആത്മജ്ഞാനവും നിങ്ങളൊന്നും ചെയ്യേണ്ട, കുറച്ച് പ്രോഗ്രസ് ആകുമ്പോഴേ ജീവിതത്തിൽ മാറ്റം വരും. അപ്പോഴും എവിടെ പിടിച്ചു നിൽക്കണം? ഈ കാര്യത്തിൽ പിടിച്ചു നിൽക്കണം. ഇന്നത്തെ വരികളിൽ പറയുന്നത് ഇങ്ങനെയാണ്: ചില ആളുകൾ ആളുടെ വാസമൊക്കെ എവിടെയെന്ന് ചോദിച്ചാൽ മരത്തണലിലൊക്കെ, മരത്തണൽ, അതേപോലെ അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. ചില ആൾക്കാർ ഈ കാശി ഭാഗത്തോ അല്ലെങ്കിൽ അതുപോലെ വലിയ വലിയ ക്ഷേത്ര പരിസരത്തൊക്കെ കാണാൻ പറ്റും. അദ്ദേഹത്തിന് ഒന്നും ഉണ്ടാവില്ല, എല്ലാം ത്യജിച്ചിട്ട് വന്ന ആളാണ്. എല്ലാം ത്യജിക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ ലോകത്തിൻ്റെ നശ്വരത അറിഞ്ഞ് അയാൾ എന്ത് ചെയ്തു? നിത്യമായതിനെ അന്വേഷിച്ചു, അനിത്യമായതിനെ എല്ലാം വിട്ടു എന്നിട്ട് വന്നു. അങ്ങനെ ഈ ലോകത്ത് ഒരു വ്യക്തിയും ഒരു വസ്തുവും ഒരു സാഹചര്യവും ഒരു സമയവും, ഇനി എന്താന്ന് പറയണത്, ഏത് കാലവും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇതൊന്നും ആക്ച്വലി നമ്മളെ ഒന്നും ചെയ്യില്ല. നമ്മൾ വിചാരിക്കുകയാണ് ഒരാൾ എന്നെ ഇങ്ങനെ നോക്കി എൻ്റെ മനസ്സ് വേദനിച്ചു. നമ്മളുടെ മനസ്സ് വേദനിക്കാൻ നമ്മളുടെ അനുവാദം വേണം. അയാൾ അങ്ങനെ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ വേദനിച്ചു.
ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ്. ആരോ ജനിച്ചു, ആരോ മരിച്ചു, ഇതെല്ലാം പ്രകൃതി നിയമം കൊണ്ടാണ് സംഭവിക്കുന്നത്. അങ്ങനെ എല്ലാത്തിനോടും എന്താണ് വിരക്തി വന്ന് ഇതൊന്നും എൻ്റെ അല്ലാന്ന് തിരിച്ചറിഞ്ഞ് പോയ വ്യക്തിക്ക് കിട്ടുന്ന സുഖം, വൈരാഗ്യം എന്നാ പറയുന്ന അവസ്ഥ. നമ്മൾ പറഞ്ഞു എല്ലാം വിട്ടുകൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സുഖം, വൈരാഗ്യം. ആ സുഖം വേറെ ഏത് സുഖത്തിന് അത്ര സുഖം തരാൻ പറ്റുന്ന ചോദിക്കുന്നു നമുക്ക് ലോകത്ത്. എല്ലാം ഒന്നും നമ്മളെ ബാധിക്കാതെ വളരെ ശാന്തനായി ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. ഒന്നും നമ്മളെ ബാധിക്കാതെ എന്ത് കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും ഇതെല്ലാം സിനിമ കാണുന്നത് പോലെ കാണുക. ഉള്ളിൽ വളരെ ശാന്തകരമായ അവസ്ഥ, വൈരാഗ്യത്തിൻ്റെ അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള വലിയ വലിയ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്നും ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകളായിരിക്കും അല്ലേ? ഇതൊക്കെ പറ്റുമോ നമുക്ക് പെട്ടെന്ന് ഉപേക്ഷിച്ചിട്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായമുണ്ട്. അതായത് ഷോഡശ സംസ്കാര പ്രകാരം അല്ലേ, ഗർഭധാരണം മുതൽ 16 അടിയന്തരം വരെയുള്ള 16 തരം സംസ്കാരമുണ്ട്. അതിൽ ഗ്രഹപ്രവേശം കഴിഞ്ഞാൽ പിന്നീട് പിന്നെ വാനപ്രസ്ഥമാണ് വരുന്നത്. ആരെങ്കിലും അറിയുന്ന ആൾക്കാരനെ, എനിക്ക് അതിൻ്റെ ഓർഡർ ഓർമ്മയില്ല. ഗ്രഹപ്രവേശം, വിവാഹം, അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 40 45 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ആ, വാനപ്രസ്ഥത്തിനുള്ള പരിപാടികൾ നമ്മൾ തുടങ്ങണം എന്നാണ് പറയണത്. എന്ന് വെച്ചാൽ വാനപ്രസ്ഥം പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലിരിക്കരുത്. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അമ്പല ദർശനം കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവാനുള്ള കാര്യങ്ങൾ നമ്മൾ പരിശീലിക്കണം എന്നാണ്. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? 99 ആയാലും 100 ആയാലും വീട് വിട്ടു പോവില്ല. അറ്റാച്ച്മെന്റാ, അറ്റാച്ച്മെന്റ് ആണ്. ഗ്രഹപ്രവേശ മറ്റേ വാനപ്രസ്ഥം, സന്യാസം ഇതൊക്കെ എല്ലാവരും പാലിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാവർക്കും ഉള്ളതാണ്. കുറച്ച് വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല. ആത്മജ്ഞാനം എല്ലാവർക്കും ഉണ്ട്. സുഖവും സന്തോഷവും എല്ലാവർക്കും വേണ്ടേ? അതാ കുറച്ച് വിഭാഗത്തിന് മാത്രം മതിയോ? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ വേറൊരു ആളിങ്ങനെ എന്താ പറയുക, കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കുറച്ചുകൂടെ വയസ്സായപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് പെൺകുട്ടി കിട്ടുന്നില്ല, പെൺകുട്ടി കിട്ടില്ല എന്നുകൊണ്ട് വിഷമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 2 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ വാനപ്രസ്ഥത്തിന് പോകേണ്ട സമയമായി. ഇനിയിപ്പോൾ ഇനി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നേരെ അങ്ങോട്ട് പോയാൽ പോരെ. ഏ അല്ലേ? ഇത് അതിലൊന്നും ഒരു സംസ്കാരം വിട്ടു എന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടില്ല. എന്തായാലും എനിക്ക് എൻ്റെ വിവാഹം നടക്കാത്തതെന്ന് പറഞ്ഞിട്ട്, അല്ലേ? റിട്ടയർമെന്റ് ഏജ് കഴിഞ്ഞിട്ട് നാട്ടിൽ സുഖിച്ചിരിക്കുക എന്ന് വിചാരിക്കുക. റിട്ടയർമെന്റ് ഏജിന് മുന്നേ നമ്മൾ വാനപ്രസ്ഥത്തിന് തയ്യാറാവണം. റിട്ടയർമെന്റ് ആയിട്ടല്ല. അല്ലെങ്കിൽ ജീവിതത്തിൽ ദുരിതവും ദുഃഖവും ഉറപ്പാണ്. വീണ്ടും വീണ്ടും വരേണ്ടി വരും ഇങ്ങോട്ട്. അപ്പം ഇനി വാനപ്രസ്ഥം ചെയ്യാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പാടാണ്. എന്ത് വെച്ചാൽ ഇപ്പോൾ ആരും ഭക്ഷണമൊന്നും ഈ ഭാഗത്ത് കേരളത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലേ? വാനപ്രസ്ഥം സന്യാസം ഒക്കെ ചെയ്യാൻ. എങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ ഓൺലൈനിലൂടെ ചെയ്യാം, അല്ലേ? വൈകുന്നേരം 9 മണിയാകുമ്പോൾ ഈ ലോകത്തിൻ്റെ സത്യം അറിയാൻ വേണ്ടിയിട്ടെങ്കിലും നമുക്ക് സമയം മാറ്റി വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഏ വീണ്ടും വീണ്ടും വരേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ അവസ്ഥകൾ, ഇങ്ങനെയുള്ള സംസ്കാരങ്ങളുണ്ട്. ഇതെനിക്ക് പ്രാക്ടിക്കലി ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എനിക്ക് എൻ്റെ ഈ കറണ്ട് ഈ ജീവിതത്തിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ തുടങ്ങും എന്ന് വെച്ചാൽ ലോകത്ത് ഒരു സമയത്ത് നന്നായി എൻജോയ് ചെയ്തോണം. ചെയ്യേണ്ട സമയത്ത് നന്നായിട്ട് അടിച്ചു പൊളിച്ചു. ഓക്കെ, ഇനി ആ സമയത്ത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ജീവിതം ആസ്വദിക്കാൻ, എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ തിരിച്ചറിയൂ, ആ എൻജോയ്മെൻറ്റിൽ ഒന്നുമില്ല. എന്തെന്ന് വെച്ചാൽ നമ്മൾ എൻജോയ് ചെയ്യുന്നതിൻ്റെ 1000 മടങ്ങ് എൻജോയ് ചെയ്ത ആൾക്കാർ പറഞ്ഞു അതിലൊരു ചുക്കുമില്ല. ഇനി അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോഴേ അറിയുള്ളൂ എന്ന് വെച്ചാൽ പോയി ചൊറിച്ചൽ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇനി അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കാര്യത്തിൽ ഇപ്പോൾ നോക്കൂ, ഒരാൾ കയ്പ്പയ്ക്ക ജ്യൂസ് കുടിക്കണു. ഇപ്പോൾ പറയണ കശപ്പാണ് എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ചില ആൾക്കാർ എന്ത് പറയും?
ഇത് കശപ്പാണ്. ഓ പിന്നെ പറയില്ല, ചിലപ്പോൾ ഇയാൾ നുണ പറയായിരിക്കും, ചിലപ്പോൾ മധുരം ഉണ്ടാകുന്നു, വാങ്ങിച്ച് കുടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ, കശപ്പാണ്, ഓക്കെ അത് വേണ്ട. അത് ടെസ്റ്റ് ചെയ്യാം. ഒരാൾ വിഷം കുടിക്കുകയാണ്, നമുക്ക് നോക്കി ചെക്ക് ചെയ്യാൻ പറ്റുമോ, ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ ഇത് വിഷമാണോ അല്ലയോ എന്നുള്ളത്. ആ, അതുപോലെയാണ് ഗുരുക്കന്മാർ ഓൾറെഡി പറയുന്നത്, ഈ വഴിക്ക് പോകരുത്, ഇതിലൊക്കെ പ്രശ്നമാണ്, അതുകൊണ്ട് ഇത് വിട്ടു കൊടുക്കൂ, അല്ലെങ്കിൽ ഇത് നിനക്ക് നാളെ ദോഷം ചെയ്യും, വിഷമം ഉണ്ടാക്കും, ദുരിതം ഉണ്ടാക്കും. വൈരാഗ്യം വേണം, വിവേക വൈരാഗ്യ നിധി പ്രതാപി എന്ന് പറഞ്ഞിട്ട് ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇതിലല്ല, ഗുരുരഷ്ടകത്തിലാണോ, ഗുരുപാദുക സ്തോത്രം, ഗുരുപാദുക സ്തോത്രം. സോ എല്ലാവരുടെയും പറയും, ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, വിട്ടുകൊടുക്കാൻ പറ്റുന്നുണ്ടോ, സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇപ്പോഴത്തെ ഉറക്കമൊക്കെ സാധാരണ ഉറക്കമല്ല, ഇപ്പോഴത്തെ നാച്ചുറൽ ഉറക്കമല്ല, എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട്, പക്ഷെ ശരീരം തളർന്ന് തളർന്ന് മനസ്സും ബ്രെയിനൊക്കെ തളർന്ന് ഇനി അതിന് പണി ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഉറക്കമാണ്. അതിന് ബോധം വരുമ്പോൾ വീണ്ടും അടുത്ത ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ് ഓടുകയാണ്. ഇതെല്ലാം സൈഡ് വെച്ചിട്ട് ഉറങ്ങാനുള്ളൊരു കപ്പാസിറ്റി എങ്കിലും, അതാണ് ഉറക്കം പല ആൾക്കാർക്കും പ്രശ്നം. ഗുരുജി പറഞ്ഞു വൈരാഗ്യം ഇല്ലെങ്കിൽ ഉറങ്ങാൻ പോലും പറ്റില്ല. അപ്പോൾ വൈരാഗ്യം പോലെയുള്ള വളരെ പരമമായ അവസ്ഥയൊക്കെ നമുക്ക് അനുഭവിക്കണം ജീവിതത്തിൽ. എന്ന് വെച്ചാൽ നമ്മളെ ആരും വേദനിപ്പിക്കുന്നില്ല, ഒരു വ്യക്തിക്കും നമ്മളെ വേദനിപ്പിക്കാൻ കഴിയില്ല, ഒരു വസ്തുവിനും സാഹചര്യത്തിനും ചുറ്റുപാടിനും ഈ എന്ത് ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എന്ന് വെച്ചാൽ നമ്മളെ മാനസികമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും നമ്മളെ അലട്ടുന്നില്ല. ചെറിയ പ്രായത്തിൽ നിങ്ങൾ വീട്ടിൽ എന്തൊക്കെ പ്രശ്നമുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നടക്കുകയാണ്, ചിലപ്പോൾ മരണ വീട്ടിലൊക്കെ പോവും അല്ലെ, അവിടെ ഒരുപാട് പേര് കരഞ്ഞാലും കുട്ടികളൊക്കെ എന്ത് ചെയ്യാറ്, കളിച്ച് നടക്കില്ലേ, കണ്ടിട്ടുണ്ടോ മരണ വീട്ടിൽ? കുട്ടി എന്താ അതൊന്നും ബാധിക്കാത്തത്, ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഓ കുട്ടി ചെറുതാണ്, കുട്ടിക്ക് അറിയില്ല, ഒന്നുമല്ല, കുട്ടിക്ക് അറ്റാച്ച്മെന്റ് ഇല്ല, അയാൾ ആരാന്നറിയില്ല. ഇനി സ്വന്തം അമ്മാവനാണെങ്കിൽ അയാൾക്ക് ആരാണ്, ആള് മരിച്ചു, എവിടെ പോയി അമ്മേ, ആള് ദൈവത്തിന്റെ അങ്ങോട്ട് പോയി, അതെയോ ശരി ഓക്കെ. അറ്റാച്ച്മെന്റ് ആണ് വേദനയ്ക്ക് കാരണം. വൈരാഗ്യമാണ് ഇതിൽ നിന്ന് രക്ഷയും. എല്ലാ വസ്തുക്കളോടും വ്യക്തികളോടും ചുറ്റുപാടിനോടും ഉള്ള വൈരാഗ്യമാണ് നമുക്ക് ജീവിതത്തിൽ പരമമായ സുഖം തരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് വെച്ചാൽ ചില ഘട്ടത്തിൽ നമുക്ക് എന്താ പറയുക, സ്വാഭാവികമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ്, എങ്കിലും തിരിച്ചറിവ് വരണം. ഇതിനോടെല്ലാം എനിക്ക് മാനസികമായിട്ട് വിരക്തി വരേണ്ട സമയമായി, ഇനി ഞാനിത് മനസ്സിലാക്കണം, തിരിച്ചറിവ് വേണം. വിരക്തി വന്നു കഴിഞ്ഞാൽ, ഡിറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കർമ്മം 100% ചെയ്യും. 100% ചെയ്യും. നോക്കൂ, ഭാര്യ ഭർത്താവ് എന്ന് വെച്ചോളൂ. ഏ ഭാര്യ ഡോക്ടറാണ്, ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഭാര്യ ഓപ്പറേഷൻ എങ്ങനെ ചെയ്യും? മനസ്സ് വേദനിക്കും അല്ലേ, അയ്യോ ആള് ഡിസ്റ്റർബ്ഡ് ആവും. പക്ഷെ ആണെങ്കിലോ, വേറൊരു ഡോക്ടർ ആണെങ്കിലോ, ഇയാൾക്കൊരു പേഷ്യൻ്റ് ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഇമോഷണൽ ബന്ധമുണ്ട്. അപ്പോൾ എന്താണ് ഈ ഇമോഷണൽ ബന്ധം കൊണ്ട് നമുക്ക് ചെയ്യേണ്ട പ്രവൃത്തി 100% ചെയ്യാൻ പറ്റാത്തായി, നമ്മളെ അത് വേദന തരുന്നു, ജീവിതത്തിൽ ദുഃഖം ദുരിതമൊക്കെ തരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാവും, ശരീരം വിട്ടു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഈ കാണുന്ന എല്ലാവരും മനസ്സിലാവും, ഇതൊക്കെ വെറും പാവകളിയായിരുന്നു, ഇതിനു വേണ്ടിയിട്ടാണ് ഇത്ര സീരിയസ് ആയി ഇരുന്നത്, നമ്മൾ ഒരുപാട് കാലം ഇവിടെ വിഷമിച്ചിരുന്നത്. നോക്കൂ, എല്ലാവരും ഒന്ന് തന്നെയാണ്, എല്ലാവരും ഒന്ന് തന്നെ, നമ്മളെ ഒന്നും ബാധിക്കണില്ല എന്നുള്ള അവസ്ഥ. അതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഈ സമയത്ത്. ആന്നൊക്കെ നമ്മൾ തലയാട്ടിയിട്ട് യെസ് യെസ് എന്നൊക്കെ ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞാലും പിന്നെയും ശങ്കരൻ തെങ്ങി തന്നെ കയറും. മനസ്സ് സെഷൻ കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും മനസ്സ് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഈ ജപവും ധ്യാനവും എല്ലാം കൃത്യമായിട്ട് അതിനെ മുറുകെ പിടിച്ചോണം. 1008 എന്ന് വെച്ചാൽ 1008 കുറവ് ഒരാളും ജപിക്കരുത്. കൃത്യമായിട്ട് ചെയ്തോണം. ഓക്കെ, ജപം ചെയ്യാനായിട്ട് തയ്യാറാവാം. മുഖത്തൊരു പുഞ്ചിരിയോടെ ഇരിക്കൂ. നട്ടല് നിവർത്തി വെച്ചിരിക്കൂ. യെസ്. ഓം നമഃ ശിവായ.
ॐ नमः शिवाय। 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 ॐ नमः शिवाय।
ॐ नमः शिवाय 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 കണ്ണുകൾ അടച്ചു വെച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ധ്യാനം ചെയ്യാവുന്നതാണ്.
സാവധാനം ചുറ്റുപാടിലും സ്വന്തം ശരീരത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം. ഒരു ദീർഘ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, ശ്വാസം പുറത്തുവിടാം. കായേന വാചാ മനസേന്ദ്രിയേവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാ കരോമി യത് സകലം പരസ്മൈ ഗുരുദേവപാദേഷു സമർപ്പയാമി. സർവം ഗുരുദേവപാദേഷു സമർപ്പയാമി. സർവം ഗുരുദേവപാദേഷു സമർപ്പയാമി. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈ സകല ചരാചരങ്ങളുടെ നന്മയ്ക്കും ഈശ്വര സാക്ഷാത്കാരത്തിനും വേണ്ടി എല്ലാവരെയും അനുഗ്രഹിക്കാവുന്നതാണ്. പൂർണ്ണമെന്ന് തോന്നുമ്പോൾ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ജയ് ഗുരുദേവ്.